ഹായ് ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് വന്നിരിക്കുന്നത് ഒരു റിവ്യൂ ആയിട്ടാണ്. നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത ഒരു കുട്ടി പറഞ്ഞ നമ്മുടെ ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള ഒരു റിവ്യൂ ആണ്. വളരെയധികം എനിക്ക് സന്തോഷമുണ്ട് ഈ റിവ്യൂസൊക്കെ കേൾക്കുമ്പോൾ. മറ്റു ഒരുപാട് പേര് ടൈപ്പ് മെസ്സേജ് അയച്ചിട്ട് വോയിസ് അയച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു റിവ്യൂവിൽ എല്ലാ കാര്യങ്ങളും ആൾ നന്നായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാണ്. സോ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ ഒരു ക്ലാസ് ഇന്നിപ്പം ഇത് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പറ്റിയത്. ഒരുപാട് സ്ട്രഗിളും ഹാർഡ് വർക്കും ഒക്കെ ഇതിൻ്റെ പിറകിലുണ്ടായിരുന്നു. അപ്പം എല്ലാം കൊണ്ടും ഈ ഒരു റിവ്യൂവും കൂടി കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. സോ ആ ഒരു റിവ്യൂ നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ഹലോ, ഞാൻ ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. അങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഈ ബ്രെയിനി ബൈറ്റ്സ് എന്ന ചാനൽ കാണാനിടയായത്. പിന്നെ അത് ഫോളോ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ആ ചാനലിൽ തോന്നിയൊരു നല്ലൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു ടോപ്പിക്ക്, സപ്പോസ് നമ്മളൊരു ടോപ്പിക്ക് യൂട്യൂബിലെടുത്ത് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, എക്സാമ്പിൾ പറയാം, ഒരു അനാട്ടമി ഓഫ് ലങ്സ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ബേസ് മുതൽ അതിന് അറ്റം വരെ കിട്ടും. അങ്ങനെ അറ്റം വരെ കിട്ടിയിട്ട് നമുക്ക് കാര്യമില്ല. കാരണം നമ്മൾ ഈ എക്സാം എന്ന് പറയുന്നത് ഒരു MBBS എക്സാം അല്ലല്ലോ. ആ ഒരു ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ എക്സാം എന്ന് പറയുന്നത് അതിൻ്റെ ഗ്രേഡിനനുസരിച്ച് എങ്ങനെയാണോ എക്സാമിന് ചോദിക്കുക അത് മാത്രം ഇൻക്ലൂഡഡ് ആയിട്ടാണ് ഇവരെ ക്ലാസ് പോകുന്നത്. ഇവരെ ക്ലാസ്സിൽ ആദ്യം ഒരു വീഡിയോ ക്ലാസ് ഉണ്ടാവും. അതിൽ ഫസ്റ്റ് ക്ലാസ്, ഒരു ടോപ്പിക്കിൻ്റെ ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് എല്ലാ പോർഷൻസും, ആ എക്സാമിന് ചോദിക്കുന്ന എല്ലാ പോർഷൻസും കവർ ചെയ്തുകൊണ്ടുള്ള ഫസ്റ്റ് ക്ലാസ് ഉണ്ടാവും. അത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അവർ PDF തരും, അതിൻ്റെ കൂടെ തന്നെ തരും. ആ PDF വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പഠിച്ചതിൽ നിന്ന് കുറച്ചും കൂടി എലാബറേറ്റ് ചെയ്തിട്ടുള്ള പിന്നെ ടോപ്പിക്സ് ആയിരിക്കും ഉണ്ടാവും. ടോപ്പിക്സ് അല്ല, ഒന്നും കൂടി എലാബറേറ്റ് ചെയ്തിട്ട് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ടാവും. അതും കഴിഞ്ഞ് പിന്നെ ഈ രണ്ട് ടോപ്പിക്കും, അതായത് വീഡിയോ ക്ലാസ്സും പിന്നെ PDF വായിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്തു നോക്കാൻ MCQ ഉണ്ടാവും. ഇപ്പോൾ ഒരു ടോപ്പിക്കിൽ നിന്നൊരു 10-20 മാക്സിമം 10-15 ക്വസ്റ്റ്യനുള്ള ഒരു MCQയും അവർ തരുന്നുണ്ട്. ഈ രണ്ട് ടോപ്പിക്കും പഠിച്ചു കഴിഞ്ഞ് പെർഫെക്റ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് MCQ ഓട്ടോമാറ്റിക്കലി നമുക്ക് കിട്ടും. അത് നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് ആണ് ആ ഒരു MCQ. പിന്നെ വേറെ എക്സാമ്പിൾ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഫെമിലിയർ അല്ലാത്ത എന്തെങ്കിലും ഒരു വേർഡ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ വരുന്നുണ്ടെങ്കിൽ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആ ക്ലാസ്സിൻ്റെ കൂടെ ഉണ്ടാവും. ഒരു എക്സാമ്പിൾ പറയുന്നത് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ, അതിൽ CPR എങ്ങനെയാണ് ചെയ്യുക, അതിന് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ ഓരോ മെത്തേഡ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ എങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ അത് വിഷ്വലൈസ് ചെയ്തിട്ട് അതും കൂടെ ഈ ക്ലാസ്സിൻ്റെ കൂടെ ഉണ്ടാവും. വീക്ക്ലി വൺസ് ആണ് ക്ലാസ്. ആ ഒരു വീക്ക് കൊണ്ട് നമുക്ക് അവർ തരുന്ന പോർഷൻസ് കംപ്ലീറ്റ് കവർ ചെയ്താൽ നമുക്കുള്ള ആ ഒരു എന്താ പറയുക, എക്സാമിന് നല്ലൊരു ഗുണം തന്നെ കിട്ടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനിപ്പോൾ അത് ഫോളോ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടും വിശ്വസിച്ചിട്ട് എല്ലാവർക്കും ഇത് ഫോളോ ചെയ്യാം. താങ്ക് യു. സോ താങ്ക് യു സോ മച്ച് ഫോർ ദ റിവ്യൂ. ഇനി ആർക്കെങ്കിലും ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ക്ലാസ് ഇപ്പോഴും അവൈലബിൾ ആണ്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.